ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ദേവ് കൃഷ്ണൈസ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സ്ക്വയർ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഒരു തത്തേനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു കിളീനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം നമ്മുടെ പേപ്പർ ഇങ്ങനെ മടക്കണം, ഒരു കോണാകൃതിയിൽ ഇങ്ങനെ കണ്ടോ. ഈ താറാവല്ല തന്നെ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. എന്താ ഇത് ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെയല്ല മടക്കിയത്. എന്നിട്ട് ഇത് തുറന്നിട്ട് ആ ആകൃതിയിൽ തന്നെ രണ്ട് ഇങ്ങനെ കണ്ടോ. അപ്പം നമ്മൾ ക്രോസായി, ഇവിടെ ഇത് വര ക്രോസായി. ഇത് നമ്മൾ ഇങ്ങനെ മടക്കി ആദ്യം. അത് കഴിഞ്ഞിട്ട് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി. ഇനി അടുത്ത നമുക്ക് പേപ്പർ ഇപ്പം നമ്മളിങ്ങനെ വെച്ച് ഇനി ഇങ്ങനെ തിരിച്ചിട്ട് അപ്പ് ടു ഡൗൺ ടു ബോട്ടം അല്ലെങ്കിൽ ഡൗൺ ടു അപ്പ് അല്ലെങ്കിൽ അപ്പ് ടു ബോട്ടം. ഞാനിപ്പോൾ അപ്പ് ടു ബോട്ടമാണ് ചെയ്യുന്നത്. കണ്ട പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അപ്പ് ടു ബോട്ടം. ഇനി അടുത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റേ സൈഡിലും കൂടെ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഇനി അടുത്തത് ഈ രണ്ട് ലൈൻസ് കണ്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ 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 എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം. ഈ സൈഡിൽ ഇതുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ, ഈ സൈഡിൽ ഇത് ഇങ്ങനെ. എന്നിട്ട് ഈ തുറക്കുന്ന ഭാഗമുണ്ടല്ലോ, ഈ തുറക്കുന്ന ഭാഗം ഇത് നമുക്ക് ഇങ്ങനെ മടക്കാം. കാണിച്ചു തരാം ഞാൻ. നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കൂലേ, എന്താ ഇങ്ങനെ രണ്ട് സൈഡ്. ഈ എടുക്കുന്ന എക്സസും കൂടെ നമുക്ക് ഇപ്പുറത്ത് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അടുത്ത് നമ്മൾ ഈ ഒരു കാണുന്ന എക്സസ് ഇല്ലേ, താഴെ കാണുന്നത്, ഇത് നമ്മൾ ഈ മേളിലോട്ട് മടക്കും ഇങ്ങനെ. ഉണ്ടാവും ഇവിടെ. ഇനി നമുക്ക് ഇതെല്ലാം തുറക്കാം. തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മടക്കിയതുപോലെ വേണ്ട ഇങ്ങനെ മടക്കാം. നമുക്ക് വേണ്ട ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇവിടെ ഈ ഒരു ലൈൻ കിടണമെങ്കിൽ നടുക്ക് അത് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോ. ഉണ്ടോ ഇത്. അടുത്ത് നമ്മളിത് തുറന്നിട്ട് കണ്ടോ ഇങ്ങനെ മടക്കാം ഇങ്ങനെ. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇതുണ്ട്. ഇവിടെ മുറിഞ്ഞിട്ടില്ല, അപ്പം നമ്മൾ ഈ മുറിഞ്ഞ ഭാഗം കണ്ടുപിടിക്കണേ. അതാണ് അടുത്ത ടാസ്ക്. കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഒന്ന് മടക്കുക കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇത് തുറക്കുക. തുറന്നിട്ട് അതിൻ്റെ ഈ സംഭവം കണ്ട് ഈ അടിയിൽ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ എൻ്റെ സൈഡിലോട്ട് മടക്കാം. ഞാനിത് മടക്കിയിട്ട് കാണിച്ചു തരാവേ. ഇങ്ങനെ സൈഡിലോട്ട് മടക്കാം. കണ്ടോ ഇങ്ങനെ മടക്കണം. ഇനി അടുത്ത് നമ്മൾ അത് തിരിച്ച് വെച്ചിട്ട് അതുപോലെ ഒന്നും കൂടെ ഇങ്ങനെ പൊക്കണം. ഇങ്ങനെ പൊക്കുക. നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഈ കാണുന്ന എൻ്റെ അകത്തോട്ട് മടക്കും. തത്തമ്മ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.
ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആയില്ലേ, ഒരു മനുഷ്യൻ്റെ കാല് വല്ല. ഇനി നമ്മളിപ്പോൾ മടക്കിയതില്ലേ, ഇപ്പോൾ മടക്കിയത് അല്ലെങ്കിൽ ആദ്യം മടക്കിയതായാലും നമ്മൾ ഒരു ഫ്ലാപ്പ് താഴോട്ടാക്കുക. ഇങ്ങനെ വേണ്ട, ഇത് ഇങ്ങനെ മേളിരുന്ന് ഞാനിപ്പോൾ താഴോട്ടാക്കി. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കിളിയുടെ കാല് വരുന്നത്. ഇത് രണ്ടും ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാമെന്നുള്ളത് കണ്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് നമ്മളിങ്ങനെ കണ്ടോ, ഈ ഗ്യാപ്പ് നമ്മൾ ഇങ്ങനെ താത്തുക. അപ്പുറത്തെ കാലും അപ്പുറത്തതും അതുപോലെ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇപ്പം രണ്ട് ഇതുപോലെ ആയിട്ടുണ്ടാവും കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ. ഇനി നമ്മൾ ഇത് ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങൾ. കണ്ടോ, ഇത് കണ്ടോ, അതാണ്ട് ഇത് ഇങ്ങനെ മടക്കി നമ്മൾ ഇങ്ങനെ മടക്കണം. അങ്ങനെ മടക്കിയിട്ട് അത് തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിങ്ങനെ തുറന്ന് പിടിക്കണം. ഇങ്ങനെ തുറന്നിട്ട് ഇത് ഇങ്ങനെ മടക്കണം. ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാവേ. ഇവിടെ പിടിച്ചിട്ട് വേണം മടക്കാൻ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എളുപ്പമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ. ഈസിയാണ്, ഈസി. ഇതുണ്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കണ്ട. ഇത് ഇനി ഇത് നമ്മളിങ്ങനെ ഞാനെങ്ങനെ മടക്കിയെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നു, എന്നിട്ട് ഞാൻ ഇതിങ്ങനെ തുറന്നു, എന്നിട്ട് ഞാൻ ഇതിങ്ങനെ മടക്കി കാണാമായിരുന്നു. എൻ്റെ ഇതിങ്ങനെ ഇരുന്ന സാധനം ഞാൻ ഇങ്ങനെ തുറന്നു, എന്നിട്ട് എൻ്റെ ഈ സൈഡ് ഇങ്ങനെ മടക്കി, എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ മടക്കി, എന്നിട്ട് ഇങ്ങനെ ചെയ്യും. കണ്ടോ, ഇതുണ്ട്. ഈ ഒരു കാലിൽ റെഡിയായി. എനിക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിവിടെ മടക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ 3 ഇത് കണ്ടോ, ഇതിൻ്റെ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. മടക്കിയിട്ട് നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കൂലേ അതുപോലെ മടക്കണേ. ഇതിങ്ങനെ എടുത്തിട്ട് ഈ സൈഡ് ഇങ്ങനെ, ഈ സൈഡ് ഇങ്ങനെ. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുമ്പം ഇതുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഈ സംഭവം ആദ്യം അവിടെ കാലുണ്ടല്ലോ, കാലിനെ താഴോട്ട് മടക്കിയിട്ട് കാണിച്ചത്. ഇതുണ്ടോ, ഇതിങ്ങനെ താഴോട്ട് മടക്കണം. ഇങ്ങനെ ഇരുന്നത് നമ്മളിങ്ങനെ താഴോട്ട് മടക്കി. ഇങ്ങനെ താഴോട്ട് മടക്കിയതിന് ശേഷം ഇതെൻ്റെ ഇത് കണ്ടോ, ഈ സംഭവം ഇത് നമ്മളിങ്ങനെ മടക്കും. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, അതും കൂടെ മടക്കാം. എന്നിട്ട് നമ്മൾ ഈ ലൈന് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ലൈനിൻ്റെ അവിടെ കൊണ്ടുപോകുന്നു. ലൈനിൻ്റെ അവിടെ എത്തിയില്ലെങ്കിലും സാരമില്ല, ചിറകിൻ്റെ നീളം അനുസരിച്ചിട്ട് എത്തിച്ചാൽ മതി. എൻ്റെ കിളിയുടെ ചിറകിൻ്റെ നീളം അതുപോലെ തന്നെ നമുക്ക്. എന്നിട്ട് വേണ്ട ഇതിങ്ങനെ മടക്കിയില്ല നമ്മൾ. എന്നിട്ട് ഇത് നമ്മൾ ഇതിങ്ങനെ തുറക്കും കണ്ടോ. ഇതിങ്ങനെ തുറക്കുവേ, ഇങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ താഴോട്ടാക്കും. അപ്പോൾ രണ്ട് ഈ സൈഡിലെ ചിറക് റെഡിയായി. എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ അതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിറക് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ എൻ്റെ ഫേസ് ചെയ്യാം. ഫേസിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു ഇത് നമ്മൾ ഇങ്ങനെ മടക്കും. കണ്ടോ ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ടും അതുപോലെ തന്നെ കറക്റ്റ് അളവ് നോക്കിയിട്ട് വേണം. ഇപ്പം ഞാൻ ഇത് ചെയ്തു. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യണം. അടിയിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണം. അന്നേരം മേളിൽ ഇതുപോലെ ആയിരിക്കും. ഇനി ഇതിങ്ങനെ പിടിച്ച് താത്തിയിട്ട് തന്നെ നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അടുത്ത് നമ്മൾ ഇതിങ്ങനെ മടക്കി കഴിയുമ്പോൾ എൻ്റെ ഇത് റെഡിയായി ഫേസ്. ഇനി നമുക്ക് ചുണ്ടെന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് മടക്കണേ. കണ്ടോ, ഇതിങ്ങനെ അകത്തോട്ട് മടക്കണേ. കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും.
ഇനി അടുത്ത് നമ്മൾ നമ്മുടെ ഒരു സൈസ് പ്ലെയിൻ ഉണ്ടാക്കില്ല അതുപോലെ നമ്മൾ ഇങ്ങനെ മടക്കും. ഇങ്ങനെ കണ്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ മടക്കി. ഇനി അടുത്തത് ഇങ്ങനെ മടക്കും. ഇനി അടുത്ത നമ്മുടെ ചുണ്ട്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ്ട് ഇതുപോലെ ആക്കിയെടുക്കാം നമ്മുടെ ചുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടോ ഇതിങ്ങനെ അടിയിലോട്ട് നമ്മളിതിങ്ങനെ അടിയിലോട്ട് മടക്കും. അടിയിലോട്ട് മടക്കിയിട്ടുണ്ട് നമ്മൾ. അടിയിലോട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ മേളിലോട്ടാക്കിയിട്ട് നമ്മൾ മടക്കിയത് ഇങ്ങനെ പ്രസ് ചെയ്യണം. മടക്കിയത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് വളഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കാലിനായിട്ട് നമ്മൾ അകത്ത് ഒരു കത്രിക കൊണ്ട് ഇങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. കണ്ടോടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനകത്തോട്ട് നമ്മളെ കാല് ഇങ്ങനെ കയറ്റി വെക്കണം. നിങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മളിത് അടിയിൽ കത്രിക കൊണ്ടാണ് ചെയ്യണം. ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ പോലെ ചെയ്തിട്ട് ഈ മേലത്തെ ഇതിങ്ങനെ പിടിച്ച് താത്തണം. നിങ്ങളുടെ നഖത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമുക്ക് 2 കണ്ണ് വരച്ചു കൊടുത്താലോ ഇതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 2 കണ്ണ് വരച്ചു കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഒരു കണ്ണ് വരച്ചു കൊടുക്കാം ഇതിന്. നിങ്ങൾക്ക് കൺപൂരകവും കൂടെ വരച്ചു കൊടുക്കാം. ഞാൻ കൺപൂരകം വരച്ചിട്ടുണ്ട്, വെറുതെ വരച്ചാണ് രസത്തിന്. അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കിളിയുടെ ഫൈനൽ ലുക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പീസ്.